ശമ്പളം, പെൻഷൻ തുടങ്ങിയ മാസാദ്യ ചെലവുകൾക്കായി പണം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന സർക്കാരിന് താൽക്കാലിക ആശ്വാസം. നികുതി വിഹിതം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് 4000 കോടി രൂപ ലഭിച്ചതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായത്. പണം വന്നതോടെ ട്രഷറിയും ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി. 2 ഗഡു നികുതി വിഹിതവും IGST വിഹിതവും ചേർത്ത് 4000 കോടിയോളം രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇതിൽ നികുതി വിഹിതം മാത്രം 2736 കോടി രൂപ വരും. കടുത്ത പണനിരക്കത്തെ തുടർന്ന് ഓവർ ഡ്രാഫ്റ്റിലായിരുന്ന ട്രഷറി ഇതോടെ തൽക്കാലം കരകയറി. ട്രഷറിയുടെ സ്ഥിതി മെച്ചപ്പെട്ടതിനേക്കാൾ ശമ്പളവും പെൻഷനും നൽകാൻ പണം ലഭിച്ചതാണ് സർക്കാരിന് ആശ്വാസമായത്. പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് ട്രഷറിയിലേക്കുള്ള നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. 91 ദിവസത്തെ നിക്ഷേപത്തിനായുള്ള പലിശ നിരക്ക് 5.9% നിന്ന് 7.5% ഉയർത്തി. നേരത്തെ 2 വർഷത്തിന് മേലെയുള്ള നിക്ഷേപത്തിന് മാത്രമാണ് ഉയർന്ന പലിശ നിരക്ക് നൽകിയിരുന്നത്. ട്രഷറി നിക്ഷേപം കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം പിന്നീട് വെട്ടിക്കുറയ്ക്കും. സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്ത ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ സർക്കാർ നടപടി തുടങ്ങും. നിലവിൽ 7 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ കുടിശ്ശിക നൽകാൻ സഹകരണ ബാങ്കിൽ നിന്ന് 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.